അവൾ ഉറങ്ങിക്കോട്ടെ ആദി, നീ വാ. അശോക് അവനെ വിളിച്ചതും അവനൊന്ന് മൂളി. ശേഷം മാമിയൊന്ന് നോക്കിയിട്ട് അവൻ അശോകിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. സർ, പെട്ടെന്ന് നേഴ്സ് വിളിച്ചതും ആദ്യമൊന്ന് നിന്നു. എന്നാൽ അശോക് അത് കേട്ടിരുന്നില്ല. അവനെപ്പോഴേക്കും പുറത്തിറങ്ങിയിരുന്നു. ആമിയസ് ജ്വല്ലറീസ്. അതും പറഞ്ഞുകൊണ്ട് ആ നേഴ്സ് ഒരു പൊതി അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു. അവനത് തുറന്നു നോക്കിയതും ആമിയുടെ കഴുത്തിലെ മാലയാണ് കണ്ടത്. അവൻ പതിയെ അതെടുത്ത് ഉയർത്തിയതും അതിലൊരു കുരിശും അതിനോടൊപ്പം അവളുടെ മിന്നും അതിൽ കണ്ടിരുന്നു. അവൻ കുറച്ച് സെക്കൻഡ് അതിലേക്ക് തന്നെ നോക്കി. ശേഷം അകത്തിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് അവൻ പുറത്തേക്ക് നടന്നു. ഫെലിക്സ്, തനിക്ക് നാളെ ജോലിക്ക് പോകേണ്ടതല്ലേ? അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു. ഞാൻ നാളത്തേക്ക് ലീവ് എടുത്തിട്ടാണ് വന്നത്. പിന്നെ ഫ്രൈഡേ അല്ലേ, അതുകൊണ്ട് 2 ദിവസം ഞാൻ ലീവാണ്. അവൻ അവരെ നോക്കി പറഞ്ഞു. അല്ല, എല്ലാവരെയും കൂടി ഇവിടെ നിർത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അശോക് അവനെ നോക്കി പറഞ്ഞു. ഞാൻ നിന്നോളാം. എൻ്റെ ആമയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എന്തായാലും പോകുന്നില്ല. അതിൻ്റെ പേരിൽ എൻ്റെ ജോലി പോകുവാണെങ്കിൽ ഞാനത് പോട്ടേന്ന് വെക്കും. എങ്കിലും ആമയെ ഞാൻ ഇവിടെ ആക്കി പോകില്ല, അവൻ നിശ്ചയത്തോടെ പറഞ്ഞു. ഈ കുട്ടിയോ? അശോക് സംശയത്തോടെ ചോദിച്ചു. അവളെ ഞാനിപ്പോൾ ബസ് കയറ്റി വിടാൻ പോകുകയായിരുന്നു. അവൻ പറഞ്ഞതും അവൻ തലയാട്ടി. സാൻഡ്ര അശോകിനോടും ആദിയോടും യാത്ര പറഞ്ഞതിന് ശേഷം അവൻ്റെ ഒപ്പം ഇറങ്ങി. ആദി, നീ വീട്ടിലേക്ക് വരുന്നില്ലേ? അശോക് അവനോടും ചോദിച്ചു. അതേട്ടാ, ഞാൻ വരുന്നില്ല. ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ഞാനിവിടെ നിന്നോളാം. അത് മാത്രമല്ല, ഞാനും കൂടെയല്ലേ അവൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം. അവൻ അശോകിനെ നോക്കി പറഞ്ഞു. അതിന് നീ എങ്ങനെ ഒരു കാരണമാകും? ആരോ വന്ന് അവളെ ഉപദ്രവിച്ചതിന് നീ എങ്ങനെയാ കാരണമാകുന്നത്? അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു. അവളെ നിർബന്ധിച്ച് എൻ്റെ കൂടെ കൊണ്ടുപോയത് ഞാൻ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്? ആദി പറഞ്ഞതും അശോക് ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് മാത്രമല്ല അവൻ വീട്ടിലേക്ക് വരാത്തതെന്ന് അശോകിന് അറിയാമായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. അശോക് അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. ഏട്ടാ, അമ്മയോടും ചേട്ടത്തിയോടൊക്കെ അവൻ സംശയത്തോടെ ചോദിച്ചു. അവർക്കറിയില്ലല്ലോ നീ ബിസിനസ് മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയത് ആമിയാണെന്ന്. അതുകൊണ്ട് സാരമില്ല, 2 ദിവസം കഴിഞ്ഞ് നീ വരികയുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. അശോക് പറഞ്ഞതും അവൻ തലയാട്ടി. ശരി ആദി. അവൻ ആദിയോട് യാത്ര പറഞ്ഞ ശേഷം വീട്ടിലേക്ക് തിരിച്ചു. ചേട്ടാ. ബസ് കാത്തു നിൽക്കുന്നതിനിടയിൽ അവൾ ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ആമി ചേച്ചി ഇനി ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കില്ലേ? അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചിക്കധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ചിലപ്പോൾ മറ്റൊരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ ചേച്ചി കുറച്ചുകൂടി സന്തോഷമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി നൽകി. അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല സാൻഡ്ര. അളിയൻ മരിച്ചിട്ട് ഇത്ര മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനിടയിൽ എങ്ങനെയാണ് അവളോട് ഇതിനെപ്പറ്റി പറയുന്നത്? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അവളോട് ഇതിനെപ്പറ്റി സംസാരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എൻ്റെ ആമി ഒരിക്കലും ഒറ്റയ്ക്കാവാൻ ഞാൻ സമ്മതിക്കില്ല. ഫെലിക്സ് അവളെ നോക്കി പറഞ്ഞു. ശരിക്കും നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഫ്രണ്ട്സ് ആയത്? അകന്നൊരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ എവിടെ വെച്ചാൽ നിങ്ങൾ കണ്ടതും സംസാരിച്ചതും ഒക്കെ? സാൻഡ്ര സംശയത്തോടെ അവനോട് ചോദിച്ചു. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ബസ് ഇപ്പോൾ വരും, അതുകൊണ്ട് ആ കഥയൊക്കെ സൗകര്യം പോലെ ഞാൻ പിന്നൊരിക്കൽ പറഞ്ഞു തരാം. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പോഴേക്കും അവളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നിരുന്നു. അവൾ അവനോട് യാത്ര പറഞ്ഞ ശേഷം ബസ്സിലേക്ക് കയറി. ആദ്യം പുറത്തു തന്നെ ഇരിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ കൂടി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ചായ എന്ന് വിളിച്ചതൊക്കെ ഓർമ്മയിൽ വന്നു. അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സാൻഡ്രയെ ബസ് കയറ്റി വിട്ടതിന് ശേഷം ഫെലിക്സും അങ്ങോട്ടേക്ക് വന്നത്. ഫെലിക്സ് വന്ന് അവൻ്റെ തൊട്ടപ്പുറത്തായിട്ടിരുന്നു. സോറി ഫെലിക്സ്. ആദ്യം അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ ആദിയുടെ മുഖത്തേക്ക് നോക്കി. അത് ഞാൻ തന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. തന്നോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് സോറി. അവൻ ഫെലിക്സിനെ നോക്കി പറഞ്ഞു. സാർ എന്നോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തമ്മിൽ അതിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറിന് സോറി പറയണമെന്നുണ്ടെങ്കിൽ അത് ആമിയോട് പറഞ്ഞാൽ മതി. അവൻ ആദ്യം നോക്കി പറഞ്ഞു. ആമി ഓക്കെ ആകുന്ന ഉടനെ തന്നെ എനിക്ക് അവളോടും സോറി പറയണം. പെണ്ണിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയത് അവളാണ്. എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു മുറിവ് അവളുടെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന്. അവൻ ഫെലിക്സിനെ നോക്കി പറഞ്ഞു. ആ മുറിവിലുണ്ടായ വേദന അതൊരിക്കലും മാറില്ല സർ. അതിനൊരു മരുന്ന് കണ്ടെത്തുന്നത് വരെ ആ മുറിവ് ഉണങ്ങാതെ അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. ഫെലിക്സ് അവനെ നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ ഫെലിക്സിനെ നോക്കി. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് അവൾ ഇത്രയും മാറിയത്. ജോലിയിലൊക്കെ എൻഗേജ്ഡ് ആയപ്പോൾ അവൾ സ്വയം എല്ലാം മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഞാൻ അവളെ നാട്ടിൽ വിട്ടിട്ട് വന്നിരുന്നുവെങ്കിൽ തിരികെ ചെല്ലുമ്പോൾ എൻ്റെ ആമയെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിലായിരിക്കും എനിക്ക് കാണാൻ സാധിക്കായിരുന്നത്. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ ദേ ഇങ്ങനെയും. ഫെലിക്സ് വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഫെലിക്സ്, താൻ വിഷമിക്കാതിരിക്കുക. ആമിക്ക് അങ്ങനെ ശത്രുക്കൾ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരിങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അന്വേഷിക്കാം. ഇതിന് പിന്നിൽ ആരാണെങ്കിലും നമുക്ക് കണ്ടെത്താം. ആദ്യം അവനോട് പറഞ്ഞതും അവനൊന്ന് മൂളി. ആദ്യം പിന്നെയും അവനോട് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു.
കൂടുതലും അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും മറ്റുമായിരുന്നു ചോദിച്ചത്. ഫെലിക്സ് അവൻ ചോദിക്കുന്നതിനെല്ലാം നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. സംസാരത്തിനിടയിൽ അവർക്കുണ്ടായിരുന്ന മാനസികമായിട്ടുള്ള പരിഭവവും മറ്റും ആ സംസാരത്തിൽ ഇല്ലാതെയായി പോയിരുന്നു. ഫെലിക്സ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൻ പറഞ്ഞതും ഫെലിക്സ് അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് എനിക്ക് ആമിയും ജസ്റ്റിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അവൻ പറഞ്ഞതും ഫെലിക്സ് അതെന്തിനാണെന്നുള്ള അർത്ഥത്തോടെ അവനെ നോക്കി. വേറെ ഒന്നും കൊണ്ടല്ല, അറിയാനൊരാഗ്രഹം. അത് മാത്രമല്ല, എന്തായാലും നമ്മൾ രണ്ടുപേരും ഇവിടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയല്ലേ, അപ്പോൾ കുറച്ചു നേരം സമയം പോകട്ടെ എന്ന് കരുതി ആദ്യം അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ഫെലിക്സ് ഒന്ന് പുഞ്ചിരിച്ചു. ജസ്റ്റിൻ അവൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഒറ്റ മകനായിരുന്നു. സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. 2-3 മാസം വിവാഹം ഉറപ്പിച്ചു വെച്ചതിന് ശേഷമാണ് അവരുടെ വിവാഹം നടന്നത്. ജസ്റ്റിൻ ആമിയോട് ഭയങ്കര കാര്യമായിരുന്നു. ഈ ലോകത്ത് ജസ്റ്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ആമി. ഫെലിക്സ് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട ആദ്യം അവനെ ഒന്ന് നോക്കി. അളിയൻ ദേഷ്യപ്പെടാത്തത് ആമിയോട് മാത്രമാണ്. ആമി ഇനി എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാലും അവൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ജസ്റ്റിൻ ചുണ്ടിൽ ചെറുപുഞ്ചിരിയോടെ അതൊക്കെ കണ്ടില്ലാന്ന് നടിക്കും. അവന് ജന്മം നൽകിയ മമ്മിയെയും 10-30 വയസ്സ് വരെ വളർത്തിയ പപ്പയെപ്പോലും അവൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ആമി, അവൾ അളിയൻ്റെ പ്രാണൻ്റെ പാതിയായിരുന്നു. അവളെ മാത്രം ഈ ഭൂമിയിൽ എന്തിനാണ് തനിച്ചാക്കി അളിയൻ പോയതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒരുപക്ഷെ പോയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അളിയൻ മരിച്ചു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അളിയൻ മരിക്കുന്നത് വരെയും ആമിക്ക് ബോധമുണ്ടായിരുന്നില്ല. റോഡിലേക്ക് തെറിച്ചുപോയി വീഴുകയായിരുന്നു ആമി. അവളെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാൽ കാറിൽ നിന്നും അളിയനെ മാറ്റാൻ സമയമെടുത്തു. കാറിൽ വെച്ച് തന്നെ അളിയൻ മരിച്ചതും. അന്ന് ഇച്ചായ, അവൾ വിളിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആമി, കൂൾ ഡൗൺ, തനിക്ക് വേദനിക്കും. സിസ്റ്റർ അവളെ പിടിച്ചു കിടത്താൻ ശ്രമിച്ചു. എൻ്റെ ഇച്ചായൻ, എൻ്റെ ഇച്ചായൻ. അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ ഇച്ചായനൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റൊരു മുറിയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. താനവിടെ കിടക്ക്. തലയിലൊക്കെ നല്ല സ്റ്റിച്ച് ഉണ്ട്. തനിക്ക് വേദന എടുക്കും. സിസ്റ്റർ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനൊന്നും ആമി തയ്യാറായിരുന്നില്ല. ആമി അവനെ കാണണമെന്ന് തന്നെ വാശി പിടിച്ചു. ഒടുവിൽ അവളുടെ വാശി എല്ലാവർക്കും സാധിച്ചു കൊടുക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷെ അവളെയും എല്ലാവർക്കും നഷ്ടപ്പെടുമെന്ന് തോന്നി. ജസ്റ്റിൻ്റെ വീട്ടിലേക്ക് ആംബുലൻസിലാണ് അവളെ കൊണ്ടുവന്നത്. അവിടെ എത്തുന്നത് വരെയും അവൻ എന്ത് സംഭവിച്ചുവെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാക്കിയെന്ന് പറഞ്ഞിട്ടാണ് അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. മമ്മി. അവൻ്റെ വീടിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടതും അവൾ നിറകണ്ണുകളോടെ അവരെ നോക്കി വിളിച്ചു. എന്നാൽ അവർക്ക് അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അത്രയും നേരം തൻ്റെ മകളുടെ മുൻപിൽ പിടിച്ചു വച്ചിരുന്ന കണ്ണുനീർ മുഴുവൻ ഒരു പൊട്ടിക്കരച്ചിലോടുകൂടെ താഴേക്ക് വീണിരുന്നു. അപ്പോഴാണ് ശരിക്കും ആമിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. തൻ്റെ ഇച്ചായൻ ഇനി തിരികെ വരില്ല എന്നുള്ള സത്യം. അവൾ സംശയത്തോടെ ആംബുലൻസിൽ നിന്നും പതിയെ ഇറങ്ങി അവൻ്റെ വീട്ടിലേക്ക് യാന്ത്രികമായി നടന്നു. എല്ലാവരും അവളെ തന്നെ നോക്കുകയായിരുന്നു. എല്ലാവരുടെയും കണ്ണിൽ സഹതാപവും വിഷമവും ഒക്കെ നിറഞ്ഞു. ആർക്കും അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നിരുന്നില്ല. അവൾ നടന്നകത്തേക്ക് കയറിയതും അവൻ്റെ ജീവനറ്റ ശരീരമാണ് അവളുടെ മുൻപിൽ അവൾ കണ്ടത്. ആ മൃതദേഹത്തിന് മുൻപിൽ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന അവൻ്റെ പപ്പയും മമ്മിയും മറ്റുള്ള ബന്ധുക്കളും. അവൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും അവർ സാരിത്തലപ്പ് വായിൽ തിരികെ പൊട്ടിക്കരഞ്ഞു. എന്നാൽ അവൾ അതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. അവളുടെ കണ്ണുകൾ തൻ്റെ മുൻപിൽ ജീവനറ്റ ശരീരം പോലെ കിടക്കുന്ന അവനിൽ മാത്രമായിരുന്നു. ആമിക്കുട്ടി. അവൻ വാത്സല്യത്തോടെ അവളെ വിളിച്ചു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നമുക്കൊരു യാത്ര പോയാലോ? അവൻ ചോദിച്ചതും അവൾ നെറ്റിച്ചുളിച്ചു. എങ്ങോട്ട് യാത്ര പോകുന്ന കാര്യമാണ് പറയുന്നേ? അവൾ സംശയത്തോട് ചോദിച്ചു. എൻ്റെ ആമിക്ക് എവിടെയാ പോകേണ്ടത്? അതിന് മറുപടി പറയാതെ അവൻ്റെ വക തിരികെയുള്ള ചോദ്യം. ഞാൻ പറയുന്ന ഏത് സ്ഥലത്ത് എന്നെ കൊണ്ടുപോവോ? അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചതും അവൻ ചിരിച്ചു. എൻ്റെ ആമയെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ കൊണ്ടുപോകാനാ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. ഉവ്, കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസമായിട്ടും നമ്മൾ എങ്ങോട്ട് യാത്ര പോയിട്ടില്ല. അതിനിച്ചതിനൊരു ദിവസങ്ങളിൽ ലീവ് എടുക്കണ്ടേ? എന്നും ഒരു ജോലി ജോലി ജോലി. അവൾ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പരാതി പോലെ പറഞ്ഞു. ആമിക്കുട്ടി പിണങ്ങല്ലേ? ഇച്ചാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ജോലിക്ക് പോയില്ലെങ്കിൽ അവരെന്നെ പറഞ്ഞു വിടും. അങ്ങനെ പറഞ്ഞു വിട്ടാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അറിയോ? എൻ്റെ ആമിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം വാങ്ങിച്ചു തരാൻ എനിക്ക് പറ്റുമോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ കഴിക്കും. അവൾ തിരികെ അവനോട് പറഞ്ഞതും അവൻ ഉവ് ഉവ് എന്നുള്ള അർത്ഥത്തിൽ അവളെ കളിയാക്കിക്കൊണ്ട് തലയാട്ടി. ഇപ്പോൾ അങ്ങനെയൊക്കെ പറയും. ഞാൻ ജോലിയില്ലാതെ നിൽക്കട്ടെ. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായ, നമുക്ക് ഒരാഴ്ച മണാലി പോയാലോ? അവൾ കണ്ണുകൾ വിടർത്തി അവനോട് ചോദിച്ചു. ഓക്കെ, സെറ്റ്. ഞാനും എൻ്റെ ആമയും കൂടി മണാലി പോകുന്നു. അവിടെ പോയി ഒരാഴ്ച അടിച്ചു പൊളിക്കുന്നു വരുന്നു. എന്താ? അവൻ തിരികെ ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചതാ മണാലിയിൽ അവന്മാരുടെ ഒപ്പം ടൂറ് പോകാൻ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു.
എന്നിട്ടെന്താ പോകാഞ്ഞത്? അവൾ തിരികെ അവനോട് ചോദിച്ചു. അതെങ്ങനെയാ എൻ്റെ കൊച്ചില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്? എനിക്കെൻ്റെ കൊച്ചിൻ്റെ കൂടെ പോകാനല്ലേ ഇഷ്ടം. അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈചുറ്റി അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? എന്തൊരു സ്നേഹമാ, അവൾ കുറുമ്പോടെ അവനോട് പറഞ്ഞു. അതെന്താടി, എനിക്ക് നിന്നോട് സ്നേഹമില്ലേ? അത് കേട്ട് അവൻ കപടദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഉവ് ഉവ് ഉണ്ട്. അവൾ അവനെ കളിയാക്കിക്കൊണ്ട് തലയാട്ടി. അവൻ അവളുടെ ഇടുപ്പിൽ ചെറുതായി ഒന്ന് തലോടി. അവൾ പുഞ്ചിരിയോടെ നാണത്തോടെ അവനെ നോക്കി തല താഴ്ത്തിയിരുന്നു. ഞാൻ എൻ്റെ കൊച്ചിനെ ഒറ്റയ്ക്കാക്കി ഒരിടത്തേക്കും പോകില്ല. അങ്ങനെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ അപ്പം എൻ്റെ ഷർട്ടിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചോണം. എന്നിട്ട് എന്നെ കൂടി കൊണ്ടുപോടാ ഇച്ചായാന്ന് പറയണം. അപ്പം ഞാൻ എൻ്റെ ആമിക്കുട്ടിയെയും എൻ്റെ കൂടെ കൊണ്ടുപോകും. പോരെ? അവൻ പറഞ്ഞതും അവൾ മതിയെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ഇച്ചാ, ജീവനറ്റ അവൻ്റെ മുഖത്ത് പതിയെ വിരൽ കൊണ്ടൊന്ന് തലോടി അവൾ വിളിച്ചു. അത് കേട്ട് എല്ലാവരും ഒന്ന് കരഞ്ഞുപോയി. അവനിനി വരില്ല മോളെ. നമ്മളെ ഒറ്റയ്ക്കാക്കി അവൻ പോയി. അവൻ്റെ മമ്മി നെഞ്ചത്തടിച്ച് കരഞ്ഞു. അവൻ്റെ പപ്പ തൻ്റെ മകൻ്റെ വിയോഗത്തിൽ ഒന്ന് കരയാൻ പോലും ആകാതെ നിർജീവമായിരിക്കുകയായിരുന്നു. ഇച്ചാ, ഇച്ചായ, എന്നെ കൂടി കൊണ്ടുപോവോ? എന്തിനാ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത്? എവിടേക്ക് പോയാലും എന്നെ കൂടി കൊണ്ടുപോകാതെ പറഞ്ഞതല്ലേ. പിന്നെ ഇവിടെ മാത്രം എന്തിനാ എന്നെ തനിച്ചാക്കിയത്? അവൾ വിതുമ്പിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തല വച്ചു. എന്നാൽ ഇത്തവണ അവളെ ചേർത്ത് പിടിക്കാനോ അവളുടെ തലയിൽ തലോടാനോ അവൻ്റെ കൈകൾ ഉയർന്നില്ല. എന്നേക്കുമായി അവൻ ഉറങ്ങുകയായിരുന്നു. ഇത്തവണ അവൻ പോയ സ്ഥലത്തേക്ക് തൻ്റെ ആമയെ കൂടി കൊണ്ടുപോകാൻ അവനൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇച്ചായ, അവൾ ഉറക്കെ നിലവിളിച്ചു. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. കണ്ണിൽ ഇരുട്ട് ബാധിച്ചതുപോലെ. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞതും അവൾ നിലത്തേക്ക് വീണിരുന്നു.